ബീഹാർ എന്ന സംസ്ഥാനം നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാർ പഞ്ചവടി പാലങ്ങളുടെ നാടായിട്ട് മാറിയിരിക്കുന്നു. വിശ്രുത ചലച്ചിത്രകാരനായ KG ജോർജിൻ്റെ സിനിമ പഞ്ചവടിപ്പാലം നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഓർക്കുന്നത് പാലാരിവട്ടത്തെ പാലത്തിന് പഞ്ചവടിപ്പാലം എന്ന പേര് വീണു. അത് പൊളിച്ചടുക്കിയിട്ട് പുതിയ പാലം ഉണ്ടാക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ലീഗിൻ്റെ മന്ത്രിയായിരുന്ന പൊതുമരാമത്ത് മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ നടന്ന വൻ അഴിമതിയുടെ ഭാഗമായിട്ട് ഗുണനിലവാരമില്ലാതെ നിർമ്മിച്ച പാലാരിവട്ടം പഞ്ചവടിപ്പാലം വിള്ളൽ വീണ് അതെല്ലാം മാറ്റി പണിയാൻ ഈ മെട്രോമാൻ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു യത്നം നടന്നത് നമുക്കെല്ലാം അറിയാം. അത് പുതുക്കി പണിയേണ്ടി വന്നത് LDF സർക്കാരിൻ്റെ നിയോഗമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നിതീഷ് കുമാറിൻ്റെ ബീഹാറിൽ BJP സഖ്യ ഗവൺമെൻറ്റിൽ കഴിഞ്ഞ 17 ദിവസത്തിനകത്ത് 12 പാലങ്ങളാണ് തകർന്നു വീണത്. നിർമ്മാണത്തിലിരിക്കുന്ന പാലം, നിർമ്മിച്ചു കഴിഞ്ഞ പാലം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തുടങ്ങി സമീപകാലത്ത് നിതീഷ് കുമാർ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പണിതുകൊണ്ടിരിക്കുന്ന പാലങ്ങളാണ് തകർന്നു വീഴുന്നത്. കോടികളുടെ അഴിമതി നഷ്ടമാണ്. ഈ പാലങ്ങളെല്ലാം ഇനി പുതുക്കി പണിയാൻ എത്ര കോടികൾ വേണം? അപ്പോൾ 17 ദിവസത്തിനകത്ത് 12 പാലങ്ങൾ, ഏറ്റവും അവസാനം ഇന്നലെ ഒരു പാലം കൂടി തകർന്നു വീണു. അപ്പം എന്താണ് ബീഹാർ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അഴിമതി? അവിടെ ഭരിക്കുന്നത് BJP പിന്തുണയോടെ BJP നിതീഷ് കുമാർ സഖ്യ സർക്കാരാണ്. കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ, അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന 1 കൊല്ലം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിലെ രാഷ്ട്രീയ നേതാവിൻ്റെ, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി തീരും. ഈ സഖ്യം തൂത്തെറിയപ്പെടും. BJP നിതീഷ് കുമാർ സഖ്യം ബീഹാറിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്നാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ പ്രതികരിച്ചത്. ഇപ്പം ഈ അഴിമതി കഥകളും ഈ പഞ്ചവടി പാലങ്ങളുടെ കഥകളും കൂടി വരുമ്പോൾ, കഥകളല്ല സംഭവങ്ങൾ കൂടി വരുമ്പോൾ, ജനങ്ങൾ ഇതിനകം തന്നെ നിതീഷ് കുമാറിനെ വെറുത്തു കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാറിനെ മുൻനിർത്തി അടുത്ത 1 കൊല്ലം കഴിയുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നേരിടാൻ BJPക്ക് ധൈര്യം വരുമോ? അവിടെ ഇന്ത്യ ബ്ലോക്കിലെ പ്രതിപക്ഷ സഖ്യം സുനിശ്ചിതമായിട്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആക്കം കൂട്ടുന്നതാണ് ഈ പഞ്ചവടി പാലങ്ങളുടെ തകർച്ച. എന്തൊരു ക്രൂരമായ തമാശയാണിതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ ഒക്കെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അവിടുത്തെ ഗവേണൻസ്, ഭരണനിർവഹണം എന്താണ്, അവിടുത്തെ അഴിമതി എന്താണ്, ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അഴിമതി ഇല്ലെന്നല്ല, ഏറ്റവും അഴിമതി കുറഞ്ഞ ഒരു സംസ്ഥാനം കേരളമാണ്. അതിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയും. ഏറ്റവും അഴിമതി കുറഞ്ഞ ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് കേരളമാണെന്നാണ് ഈ പറയുന്ന ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ആക്ഷേപിക്കാനുള്ള പഞ്ചവടി പാലങ്ങൾ ഇനി നമുക്ക് വേണ്ട. അത് ബീഹാറിനെ പറ്റി പറയുമ്പോൾ മാത്രമേ നമുക്ക് പഞ്ചവടി പാലങ്ങളെ പറ്റി പറയാൻ സാധിക്കൂ. എത്ര കോടി പൈസയാണ്, എത്ര 1000 കോടികളാണ് ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ കട്ടുനിന്ന്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ബീഹാറിലെ ഈ വില്ലേജുകളിലെ ഇത് വലിയ പാലങ്ങളാണ്. 17 ദിവസത്തിനകത്ത് 12 തകർന്നു വീണത്. 17 ദിവസം 12. വലിയ പാലങ്ങൾ, കോടികൾ മുടക്കി വൻ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലങ്ങളാണ് തകർന്നു വീണത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ബീഹാറിലെ ഗ്രാമങ്ങളിലെ ചെറിയ നദികൾ, തോടുകളിൽ കുറുകെ പണിയുന്ന പാലങ്ങൾക്ക് ആകെ 5 വർഷമേ ആയുസുള്ളൂ. ഏതാണ്ട് അവിടെ സ്വീകരിച്ച മാതിരിയാണ് ജനങ്ങള്. ഒരു പാലം, ഒരു തോടിന് പുറകെ പണിത അതിൻ്റെ ആയുസ് 5 വർഷം, പരമാവധി 5 വർഷത്തിനുള്ളിൽ അത് തകർന്നു വീഴുമ്പോൾ കരാറുകാരൻ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് പുതിയ പാലം പണി. ഈ കരാറുകാരൻ തന്നെ, അല്ല മറ്റൊരു കരാറുകാരൻ.
ഇതിനെ ജനങ്ങൾ ചോദ്യം ചെയ്താൽ ആ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന ഒരു പരിപാടി കൂടി, മർദ്ദിക്കുന്ന പരിപാടി കൂടി, അവരെ കേസിൽപ്പെടുത്തുന്ന പരിപാടി കൂടി ബീഹാറിൽ അരങ്ങേറുന്നുണ്ടെന്നാണ് ഇപ്പോൾ എന്ന റിപ്പോർട്ടിൽ. നമുക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു. അതൊരു ചെറിയ തോട്ടിൽ പോലും ഒരു പാലം പണിതാൽ 5 വർഷം ആയുസുണ്ട്. 5-ാം വർഷം അതിനുള്ളിൽ അത് തകർന്ന് വീണിരിക്കണം. ആ രീതിയിലാണ് പാലം പണിയുന്നത്. അപ്പൊ അതിൽ എത്ര സിമെന്റ് ഉണ്ട്, എത്ര കമ്പിയുണ്ട്, അതിന് ബലം കിട്ടാൻ, അല്ലെ ബലക്ഷയത്തിനുള്ള പണിയാണ് നടക്കുന്നത്. എന്തൊരു ബീഹാറാണ് നിതീഷ് കുമാറിന്റെ ബീഹാർ. BJP ഭരിക്കുന്ന ബീഹാർ. അവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ കക്ഷികൾ ഭരിച്ചിട്ടുണ്ട്, അക്കാലത്തും അഴിമതി നടന്നിട്ടുണ്ട്. നമ്മളതൊന്നും മറച്ചു വയ്ക്കുന്നില്ല. അഴിമതി എപ്പോഴും അഴിമതിയാണ്. പക്ഷേ അഴിമതിയുടെ ഒരു കരാള രൂപം, ഒരു രാക്ഷസ രൂപം ബീഹാറിൽ വന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ബീഹാറിൽ 17 ദിവസത്തിനകത്ത് 12 പാലങ്ങൾ, മേജർ പാലങ്ങൾ തകർത്തു വീണത്. അഴിമതി ഏതറ്റം വരെ എത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്നതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ പാലങ്ങളുടെ തകർച്ച.